അപ്പൊ വീട് അഭയകേന്ദ്രമാണ്. ആ വീട്ടിനുള്ളിലേക്ക് പിന്നീട് നമ്മൾ കടക്കുകയാണ്. എങ്ങനെ കടക്കേണ്ടത്? അസ്സലാമു അലൈക്കും പറഞ്ഞ് കടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നിർവഹിക്കണേ. ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ അലൈക തവക്കൽനാ. അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത്. അവനിലേക്ക് പരിപൂർണമായി ഞാൻ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും ബിസ്മില്ലാഹി വലജ്നാ. ആരോടെ പറയും? പായസം കുടിച്ചു തീർന്നില്ലേ? വേഗാട്ടെ. ബിസ്മില്ലാഹി വലജ്നാ പറയ്. ബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. ഇത് പറഞ്ഞുകൊണ്ടാകണം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇത് പഠിച്ചിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വാത് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഇത് പറയണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ടാ ഒന്നും കൂടെ പറഞ്ഞേ. ബിസ്മില്ലാഹി വലജ്നാ. വലജ്നാന്ന് വലഞ്ഞല്ലോ എന്നല്ല, പൊന്നു നമ്മള് വലഞ്ഞല്ലോ. ബിസ്മില്ലാഹി വലജ്നാ പറയും. ശബ്ദമില്ലാത്ത എന്താ ഉറക്കം പറയും. ഇവിടെ വല്ല ബിരിയാണി വിതരണം ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഒച്ച. ഇപ്പൊ ആർക്കും ഒരൊച്ചയില്ല. ഉറക്കം പറ. ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. ഇത് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും. ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മി അല്ലി വീട്ടിൽ കടക്കുക. മാഷാ അല്ലാഹ്. മാത്രമല്ല വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഒരു സൂറത്ത് ഓതണം. ഏതാണെന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസ്. എപ്പ കടന്നാലും വീട്ടിൽ പിന്നെ നല്ല സുഖമായിരിക്കും. ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ടാകും. സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ, അത് മാറിക്കിട്ടും. സമാധാനം ഉണ്ടാകും. ഇന്ന് മുതൽ ചെയ്തു നോക്ക്. ഇന്ന് മുതൽ നിങ്ങൾ വാല് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒറ്റവട്ടം ഓതിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ചൊല്ലിയിട്ട് വേണം വീട്ടിനുള്ളിലേക്ക് കടക്കാൻ. ഒരു വീട് പുതുതായിട്ട് കുടിയിരിക്കുക അല്ലെ? കുടിയിരിക്കൽ എന്നല്ലേ പറയാ? പുതിയ വീട് എന്താ പറയാ? പരിപാടി നടക്കുന്നത് കുടിയിരിക്കുക. അങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി, ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്തു ഖുറൈശ് 3 പ്രാവശ്യം ഓതാം. വീടൊക്കെ കഴിഞ്ഞിപ്പോ 10 കൊല്ലമായി താമസം തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ. ഞാനീ പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. سورة قريش وذيك بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ നാമമാണ് ഖുറൈശ്. ആ നാമത്തിന്റെ പേരിലുള്ള സൂറത്തു ഖുറൈശ് പാരായണം ചെയ്തുകൊണ്ട് വീട് കുടിയിരിക്കൽ നടത്തിയാൽ ഖിയാമത്ത് നാൾ വരെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉസ്താദേ, ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ. ഇനി നാളെ രാവിലെ എങ്കിലും ബിസ്മില്ലി ചായനെത്തുമ്പോ അതിന്റെ ബറക്കത്ത് വെച്ചിട്ടൊരു 3 സൂറത്ത് ഖുറൈശ് ഓതണം. സ്ത്രീകൾ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 3 പ്രാവശ്യം ഓതുക.
കുടിയിരിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും കൂടി അത് ശ്രദ്ധിക്കുക. അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, പാല് കാച്ചിരുന്ന പരിപാടി, അതിന് മുമ്പായിട്ട് തോന്നാം, എന്നിട്ട് വേണം പാല് കാച്ചൽ. വീട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വലതുകാല് വെക്കാൻ മടിക്കരുതേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാല് വെക്കാനും മടിക്കരുതേ. പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടതുകാല്. ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാലാണ്? ഏത് കാലാണ്? വലതുകാല്. ഊരുമ്പോഴോ ഇടതുകാല്. അപ്പൊ പള്ളിയിലേക്ക് ഒരാൾ കയറി, എങ്ങനെ കയറി? വലതുകാല് വെച്ച് കയറി, ഇടതുകാല് വെച്ച് ഇറങ്ങാൻ. അപ്പൊ ചെരുപ്പ് എങ്ങനെ ധരിക്കും? എങ്ങനെ ഇരിക്കും? എന്റെ പൊന്നുസ്താദേ, ഇത് ഞങ്ങളാകെ കുഴപ്പിക്കുമല്ലേ. ഇതിപ്പോ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. നാളെ മുതൽ വേണേ ചെയ്യാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ? ആ മസാല ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ ശ്രദ്ധിച്ചു? നമ്മളൊരു വാതിന്റെ സദസ്സിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ 10 അമല് കിട്ടണം. അതിനുള്ളത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയാണ് വാത്, ഇനി ശ്രദ്ധിക്കണം നല്ലതുപോലെ. ഇനി അമലിനുള്ളത് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവാൻ. അപ്പൊ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറയുന്നു, ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്കൊന്ന് ഇറങ്ങി അങ്ങ് നിൽക്കണം. അല്ലെങ്കിൽ പള്ളിയിലെ വെളിയിലോട്ടായിക്കോട്ടെ. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെ ഇറങ്ങേണ്ടത്? ഇടതുകാല്. നേരെ ഇടതുകാല് കൊണ്ട് നിങ്ങൾ ഇടരുത് ചെരുപ്പ്. കാരണം ചെരുപ്പിടേണ്ട ഏതാണ്? വലതുകാലാണ് ഇടേണ്ടത്. അത് ഷൂവോ ബാക്കിൽ കെട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഇരുന്നിട്ടാണ് ഇടേണ്ടത്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പാൻസ് ഇടുക, സറാവീര് ധരിക്കുക, അങ്ങനെയൊക്കെ ധരിക്കുമ്പോൾ എന്ത് വേണം? ഇരുന്നിട്ട് വേണം ധരിക്കാൻ. നിന്നുകൊണ്ട് ഇങ്ങനെ ഒറ്റക്കാല ഡാൻസ് കളിക്കാൻ പാടില്ല. അങ്ങനെ ഇടാൻ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ പാടില്ല. നബി തങ്ങളുടെ ചര്യക്കെതിരാണ്. അതാണ് ഈ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കെതിരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്യുന്നവരല്ലേ സുന്നികൾ. അപ്പം ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുക. നിന്നതിന് ശേഷം പിന്നീട് വലത് കാല് ആദ്യം കയറ്റുക, അതിനുശേഷം ഇടത് കാല്. ചെരുപ്പ് ഊരുമ്പോ ആദ്യം ഇടത് കാല് ഊരാൻ മടിക്കരുത്, അത് ശ്രദ്ധിക്കണം. ആദ്യം ഇടത് കാല്, പിന്നീട് വലത് കാല്. ഇതൊക്കെ ചെയ്താണല്ലോ പിന്നെ സുന്നി എന്ന് പറയാൻ നിന്നെ കടത്തി വെട്ടാൻ വേറെ ആരും ഉണ്ടാവൂല. ഇതൊന്നും ശ്രദ്ധിക്കൂല. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഓടിയങ്ങ് കയറുകയാണ്. എന്നിട്ട് അവിടെ പോയി 2 സിഗരറ്റ് ഒന്നിപ്പുറത്തും വെച്ച് വലിച്ചോണ്ടിരിക്കുകയാണ്. ഹാജിയാരി 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, വലിക്കൊരു കുറവുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏത് കാലാണ് ചെരുപ്പിലിടുന്നത്? ഒന്നുമില്ല. ബാത്റൂമിൽ ഇനി എത്ര നല്ല ടൈൽ ഒട്ടിച്ച ബാത്റൂമാന്ന് പറഞ്ഞാലും ചെരുപ്പ് അതിനകത്ത് വേണം. ചില വീടുകളിലൊക്കെ നല്ല ടൈലൊട്ടിച്ചിട്ടുണ്ട്, മനോഹരമായ രീതിയിലൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തൊരു ചെരുപ്പിട്ടിട്ട് വെറുതെ അല്ല, ചെരുപ്പ് വേണം. ചെരുപ്പിട്ട് തന്നെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത്. പരിശുദ്ധ പ്രവാചകന്റെ ചര്യയാണ്, അതങ്ങനെ തന്നെ ഉപയോഗിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. കാരണം നമ്മൾ കാണുന്നതാകുന്ന ഒന്നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. പരസ്യത്തിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് വന്നിട്ട് 2 കൈയും കാലും വെച്ചുകൊണ്ട് നിൽക്കുന്നതൊന്നുമല്ല. അതല്ല ബാക്ടീരിയ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിലയ്ക്കാണ്. ഫംഗസുകൾ ഉണ്ടാകും, ബാക്ടീരിയ ഉണ്ടാവും. അതുകൊണ്ട് ചെരുപ്പ് ധരിച്ചേ പറ്റും. അസുഖങ്ങൾ പിടിപെട്ടിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആ ചെരുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകിയിട്ട് ഒരു സൈഡിൽ ചാരിയോ എങ്ങനെ വേണമെങ്കിലും വെക്കാം, മാറ്റി വെക്കാം. ആ ചെരുപ്പൊന്ന് മാറ്റുകയും വേണം. ചിലര് വീട് വെച്ചാന്ന് കൊണ്ടിട്ട ചെരുപ്പാണ്. 53 വർഷം കഴിഞ്ഞ് എന്റെ വല്യപ്പ ഉപയോഗിച്ച ചെരുപ്പാണ്. ഉസ്താദ് ഇട്ട് അത്രയും ഉസ്താദ് അതിട്ടോണ്ട് കയറി കേട്ടോ ഉസ്താദ്. വേറെ അള്ളാഹ്, ആ ചെരുപ്പ് കണ്ടാൽ തന്നെ പിന്നെ ബാത്റൂമിലോട്ട് തന്നെ കയറണമെന്നില്ല. അങ്ങനത്തെ സൈസ് ചെരുപ്പുണ്ട്. അത് പള്ളികളിലും ഉണ്ട്. ചില പള്ളികളുണ്ട് നമ്മൾ സ്വന്തം വാങ്ങിച്ചു വെച്ചതാകുന്ന ചെരുപ്പ് ഷൂ ഇട്ടുകൊണ്ട് ആ ബാത്റൂമിൽ കയറാൻ പറ്റൂല. കമ്മിറ്റിക്കാര് എഴുതി വെച്ചിരിക്കുക ചെരുപ്പ് പുറത്തിടുക. എന്നിട്ട് ഇവിടെ ഇട്ടോ, ഇവിടുന്ന് നടന്ന് അപ്പുറത്ത് എന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചവനും പാണ്ട് പിടിച്ചവന്റെയും ചൊറി ബാധിച്ചവന്റെയൊക്കെ അവനൊക്കെ ഇട്ട് കൈമാറിയതാകുന്ന ചെരുപ്പുണ്ട് അവിടെ കിടക്കാൻ. അത് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി തിരിച്ചിറങ്ങാൻ. തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് ഇവന്റെ കാല വട്ടച്ചൊറിയെ അല്ല വരാനുള്ള സർവ്വ അസുഖവും വന്നു. ഇതൊക്കെ പള്ളികളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ കമ്മിറ്റി പരിപാലക സമിതികൾ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിനങ്ങനെ കാണിക്കുന്നു. അവിടെ അഴുക്കാവുമെന്നോ? അതിനൊരാളെ ജോലിക്ക് നിർത്തിയിട്ട് കഴിയിക്കണം. ഈ കഴുകാൻ പറ്റത്തില്ലേ? പ്രസിഡന്റ് ഇറങ്ങി അവിടെ കഴുകണം. അതാണ് ഖിദ്മത്ത്, സേവനം. അതാണ്
ഇതൊക്കെ സമൂഹം അറിയണം, പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാം ലാഭം പിടിക്കുക, 2 തൈലം കൂടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല, നിയമം വെച്ചിരിക്കുക, അങ്ങനെ ആകാൻ പാടില്ല. ചെരുപ്പ് ഇടണമെങ്കിൽ 2 ചെരുപ്പ് കൊണ്ട് ഇടും. ആ ചെരുപ്പ് വൃത്തിയുള്ള ചെരുപ്പാണെങ്കിൽ കുഴപ്പമില്ല, അതുമില്ല. കാരണം എത്ര ആളുകളാണ്, പല ആളുകളും മുസാഫിരീങ്ങളും അല്ലാത്തവരും ഒക്കെ വന്നിടുകയാണ് ഈ ചെരുപ്പ്. ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം, പകരുന്ന രോഗം. ഇപ്പൊ ഈ കൊറോണ എന്ന വ്യാധി കാരണം 2 വർഷം പൂട്ടിയിട്ടത് എന്തുകൊണ്ടാണ്? പകരുന്ന രോഗമാണ്. ഇതുപോലെ പകരൂലേ അസുഖങ്ങൾ, പകരൂലേ ചൊറിയുള്ളവന്റെ മറ്റുള്ള അസുഖക്കാരന്റെ ഒക്കെ അസുഖങ്ങൾ പകരൂലേ? അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പൊക്കെ കൊല്ലെങ്കിലും ഒന്ന് മാറ്റണം. ചെറിയ വിലയേ ഉള്ളൂ, 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 ജോഡി ചെരുപ്പ് കിട്ടും. 2-3 ജോഡി ചെരുപ്പെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ബാത്റൂമിലേതും വളരെ ശ്രദ്ധിക്കണം. കാരണം അസുഖങ്ങൾ വരുത്താതെ വളരെ ശ്രദ്ധിക്കണം. ഒരു വീടിന് ഏറ്റവും അവിഭാജ്യ ഘടകം ശുദ്ധിയാണ്. അതാണ് വേണ്ടത്. ഒരു വീട് വെച്ചാൽ മനോഹരമായ വീട് വെക്കുക എന്നുള്ളതിലല്ല, ആ വീട് ശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിലാണ് കാര്യമിരിക്കുന്നത്. അതിന് ഭാര്യയും ഭർത്താവും ഒരേപോലെ പരിശ്രമിക്കണം, 2 പേരും പരിശ്രമിക്കണം. മാസത്തിൽ മാറാലകളൊക്കെ തൂക്കാൻ വേണ്ടി ഭർത്താവും ഇറങ്ങണം ഭാര്യയോടൊപ്പം. വീടിന്റെ ജനൽ കമ്പികൾ, ജനലുകൾ, വാതിലുകൾ ഒക്കെ നല്ല തുണി വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയായി നല്ലതുപോലെ ശുദ്ധീകരിക്കണം. ഇനി അതിനൊന്നും നിൽക്കാൻ വയ്യേ, മേലനങ്ങാൻ വയ്യ, ഒരാളെയെങ്കിലും സമ്പത്തുള്ളവനാണെങ്കിൽ ജോലിക്ക് നിർത്തിയിട്ട് അതൊക്കെ ചെയ്യണം. വീടൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കണം. പരിസരത്ത് മുഴുവൻ കാട് പിടിച്ചു കിടക്കാണ്, അത് മുഴുവനും വൃത്തിയാക്കണം. അത് ഏതെങ്കിലും ആണ്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷത്തിലോ റമദാൻ വരട്ടെ, അങ്ങനെയൊന്നുമില്ല, എപ്പോഴും വൃത്തിയായിരിക്കണം. അത്തഹൂറു ശത്രുൽ ഈമാൻ, അത്തഹൂറു നിസ്ഫുൽ ഈമാൻ. വിശ്വാസത്തിന്റെ പകുതിയാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് ശുദ്ധീകരണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ല. ടോയ്ലറ്റ് മാത്രം ശുദ്ധീകരിച്ചാൽ പോരാ, വീടിന്റെ എല്ലാ ഭാഗങ്ങളും മുക്കുമൂലകളും ശ്രദ്ധിക്കണം. രാത്രിയിൽ അടിച്ചുവാരി കൂട്ടിയിടാൻ പാടില്ല, ദാരിദ്ര്യമുണ്ടാകും. പണ്ഡിതന്മാർ പഠിപ്പിച്ചതാ. വീട് അടിച്ചു വാരുക, ചില സ്ത്രീകൾ തുടങ്ങുക മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ്, മഗ്‌രിബോട് അടിച്ച സമയത്താണ്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു മൂലക്കൊണ്ട് കൂട്ടിയിടും, ദാരിദ്ര്യം ഉണ്ടാകും. വീടിന്റെ വാതിൽപ്പടിയിൽ ഇരിക്കാൻ പാടില്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അടുക്കളയിൽ ചിലപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് കറിക്കുള്ള സാധനങ്ങൾ അരിയുന്ന സഹോദരിമാരുണ്ട്, ദാരിദ്ര്യമുണ്ടാകും. ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കി, എത്ര കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇട്ടിരിക്കുന്ന വസ്ത്രം അത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് തന്നെ അതിന് സൂചി കൊണ്ട് തയ്ക്കാൻ പാടില്ല. ഒരു കീറല് കണ്ടു, അത് ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേറൊരു വസ്ത്രം ശരീരത്തിൽ ധരിച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ, അത് തയ്ക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ ഒരു ബട്ടൺസ് പൊട്ടിപ്പോയിട്ടുണ്ടാവും, മകള് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ മദ്രസയിൽ പോകാൻ, ഇപ്പൊ തയ്ച്ചേരാ വേഗം ഉമ്മ, അങ്ങനെ തയ്ക്കാൻ പാടില്ല. ഒരു ബട്ടൺസ് ആണെങ്കിൽ പോലും ദാരിദ്ര്യമുണ്ടാക്കും. ഇതൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ വഅലുകളിൽ പറഞ്ഞിരുന്നു, അതൊക്കെ തന്നെ ശ്രദ്ധയും ഉൾപ്പെടുത്തിയിരുന്നു. ഉമ്മമാരതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത് പറയുകയുമില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല. നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് പല കാര്യങ്ങളും അങ്ങനെയാണ്. തിയറി പഠിച്ചിട്ടുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ഇല്ല. എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് പുസ്തകം നോക്കി നല്ലതുപോലെ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, വണ്ടി ഓടിക്കാനും നല്ലതുപോലെ പഠിച്ചിരിക്കണം. ഓടിക്കാൻ അറിഞ്ഞിരിക്കണം, അപ്പോഴേ അവൻ യഥാർത്ഥ വണ്ടി ഓടിക്കുന്നവനാകുള്ളൂ. ഇത് നിസ്കരിക്കാനുള്ള ഷർത്തുകൾ അറിയാം, അതിന്റെ ഫർദുകൾ അറിയാം, ഏതൊക്കെ സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടെന്നറിയാം. എല്ലാം മദ്രസയിൽ നിന്ന് വ്യക്തമായി പഠിച്ചവനാണ്. ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിച്ചവനാണ്. നിസ്കാരത്തിന്റെ ഫുറൂദുകളും സുന്നത്തുകളും ഒക്കെ പഠിച്ചവനാണ്. പക്ഷെ ഇവൻ വീട്ടിലേക്ക് വരുമ്പോ വീട് യഥാർത്ഥ രീതിയിൽ ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിലല്ല. വീടിന്റെ അകത്തളങ്ങളിൽ പ്രാക്ടിക്കലായി വരുന്നില്ല. നിസ്കാരം വീടിന്റെ അകത്തളത്തിലില്ല. കാരണം വാപ്പ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നതിന് വിനാപീസ് പള്ളിയിൽ സുബഹിക്ക് പോകുന്നവനാണോ വാപ്പ? എങ്കിലല്ലേ മകൻ കൃത്യമായി പള്ളിയിൽ പോകുള്ളൂ. വാപ്പ എഴുന്നേക്കുന്നത് 8 മണിക്കാണ്, അപ്പൊ മകൻ 9 മണിക്ക് എഴുന്നേക്കും. ഉമ്മ എഴുന്നേക്കുന്നത് 10 മണിക്കാണ്, അപ്പൊ മകള് പിന്നെ 11 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഈ വാപ്പായും ഉമ്മായും എന്റെ മക്കള് രണ്ടുപേരും നിസ്കാരമൊന്നുമില്ല, നിങ്ങൾ എത്ര മണിക്ക് നിസ്കരിക്കും? ഞാൻ കറക്റ്റ് 9:30 സുബഹി നിസ്കരിക്കും. അതാ അവസ്ഥ, അതാണ് അവസ്ഥ.
അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ പറയുന്നത് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തിയറി പ്രാക്ടിക്കലായി നമ്മുടെ വീടുകളിൽ വരണമെങ്കിൽ നമ്മുടെ വീടുകൾ അവ്വൽ വഖത്ത് സുബഹി നിസ്കരിക്കുന്നവരായിരിക്കണം. എങ്കിലേ രക്ഷപ്പെടുള്ളൂ. ഇത് വീട്ടിൽ സുബഹി നിസ്കാരം ഇല്ല, വാപ്പ പള്ളിയിൽ പോകുന്ന ശീലമുള്ള കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ മകൻ പള്ളിയിൽ പോകും, നിസ്കരിക്കും, വാപ്പ കൂടെ കൊണ്ടുപോകും ഉറപ്പാണ്. ഉമ്മ ഒരു വഖത്ത് സുബഹി നിസ്കരിക്കുന്നവളാണ് എങ്കിൽ ഉമ്മ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് മകളെ നിർത്തും. മോളെ എഴുന്നേക്ക് ബാബ സുബഹി നിസ്കരിക്കും ബാബ എന്ന് പറഞ്ഞ് സുബഹി നിസ്കരിക്കും. അങ്ങനെ ശീലം വരണം, പ്രാക്ടിക്കലാകണം നമ്മുടെ വീടുകൾ. നമസ്കാരം കറക്റ്റ് ആക്കണം, ദിക്റുകൾ കറക്റ്റ് ആക്കണം. മഗ്‌രിബിന് തൊട്ട് മുമ്പ് ചേർത്തിരുത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ഒരു 10 മിനിറ്റ് വാപ്പാടെ നേതൃത്വത്തിൽ ഒരു ഹൽഖ വീട്ടിൽ സംഘടിപ്പിക്കണം. മഗ്‌രിബിന് തൊട്ട് മുമ്പ് മക്കളെയും എല്ലാവരും വിളിച്ചിരുത്തിയിട്ട്, മരുമക്കളെ കൊണ്ട് അപ്പുറത്തിരുന്നോട്ടെ, പെൺകുട്ടികൾ അപ്പുറത്തിരുന്നോട്ടെ, എല്ലാവരും ആ സമയത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. മുതിർന്ന വാപ്പ തന്നെ തുടങ്ങണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി പ്രായം ചെന്ന വാപ്പ അങ്ങോട്ട് ചെല്ലാൻ, മക്കളൊക്കെ അത് ഏറ്റ് ചെല്ലാൻ. എല്ലാം കഴിഞ്ഞ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വാപ്പ ഒരു ചെറിയ ദുആ, അറബി അറിയില്ല, മലയാളത്തിൽ മതി. അല്ലാഹു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ ഖൈറിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഈ ഐശ്വര്യങ്ങളൊക്കെ നിലനിർത്തി താ അല്ലാ എന്ന് ദുആ ചെയ്തൂടെ സഹോദരങ്ങളെ? നമ്മുടെ വീടുകൾ ഐശ്വര്യമുണ്ടാകും. വാപ്പയില്ല, ഗൾഫിലാണ്, ഉമ്മയുടെ മേലാണ് പിന്നീട് ദൗത്യം. ഉമ്മ ശ്രദ്ധിക്കണം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഉമ്മ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവളാകണം, മക്കളെ നേർവഴിക്ക് നയിക്കുന്നവളാകണം. കറക്റ്റായി ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇന്ന് ഓൺലൈൻ സമ്പ്രദായത്തിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. പഠനങ്ങളൊക്കെ മാറിമറിഞ്ഞു, പഴയ രീതിയിലേക്ക് തന്നെ എത്തിപ്പെടുന്നു. എന്നാൽ തന്നെ ഈ മൊബൈൽ ഫോണ് വില്ലനായും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവുമായി നിലകൊള്ളുകയാണ്. എന്റെ മകള് ക്ലാസ്സിൽ തന്നെയാണോ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് വാപ്പയും ഉമ്മയും നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവരെ റൂമിലേക്ക് വിടണ്ട, ഹാളിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചാൽ മതി. ഏതാണോ വീടിന്റെ ഹാള്, ആ ഹാളിൽ ഇരുന്നിട്ട് ഉമ്മാക്ക് അടുക്കളയിൽ നിന്ന് നോക്കിയാൽ കാണത്തക്ക വിധത്തിൽ മൊബൈൽ വെച്ചിട്ട് പഠിച്ചാൽ മതി. അല്ലാതെ തിരിഞ്ഞിങ്ങനെ ഇരിക്കും മകൾ കുറച്ചു നേരം കഴിയുമ്പോൾ. അപ്പൊ മനസ്സിലായിക്കണം ഇത് ഉമ്മാടെ തലതിരിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായിക്കോണം. ഇപ്പൊ ഇവിടെ ഇപ്പൊ പെണ്ണുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ കരുതും, ഇയാളെ വിളിച്ചത് ഇപ്പൊ ആകെ ഇടങ്ങേറായ അല്ലെ, അങ്ങനെ കരുതുന്നില്ലേ? അങ്ങനെ കരുതിക്കോട്ടെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കരുതുന്നത്. ഞാൻ പറയാനുള്ളത് പറയാം. ഹാളി വെക്കണം. ലാപ്ടോപ്പിലാണോ പഠിപ്പിക്കുന്നത്, മൊബൈലിലാണോ? ഹാളി ഇരുന്നാൽ മതി, റൂമിലോട്ട് പോകണ്ട. കമ്പ്യൂട്ടറിലാണ് പഠനം, ഹാളി ഇരുന്നാൽ മതി. കമ്പ്യൂട്ടറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും ലാപ്ടോപ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണത്തക്ക വിധത്തിലുള്ള വിസിബിൾ ആകണം, നോട്ടം കിട്ടണം. അപ്പൊ പിന്നെ കുട്ടികൾ ഉടായ്പ് കാണിക്കൂല. ഇല്ലെങ്കിൽ മോശപ്പെട്ടതാകുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വാപ്പയും ഉമ്മയും അറിയാതെ രഹസ്യമായ രീതിയിൽ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതുമൊക്കെ കൊണ്ടുപോകും. അതിനൊരു മടിയുമില്ല ഇന്നത്തെ തലമുതിർക്ക്. ഇല്ലെങ്കിൽ അവരെ തെറ്റിലേക്ക് കൊണ്ടുപോയിക്കും. പിശാച് എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും ഹാളിൽ തന്നെ എല്ലാവരും കാണത്തക്ക വിധത്തിൽ വിസിബിളായി തന്നെ ആയിരിക്കണം നിലകൊള്ളേണ്ടത്. അങ്ങനെ തന്നെ. ഇനി ബെഡ്റൂമിലേ ഉള്ളൂ എങ്കിൽ തന്നെ നമ്മൾ ഉള്ള ഒരു സമയത്തെ പഠനം നടക്കാൻ പാടുള്ളൂ. എന്താണ് അവൾ പഠിക്കുന്നത്? അമ്മ അടുത്ത് തന്നെ ഇരുന്നോട്ടെ, എന്താ ഉമ്മാക്ക് പ്രശ്നം? എന്തെങ്കിലും കറിക്കരിയാനുള്ളൊരു സാധനം എടുത്തോണ്ട് അവിടെ ഒന്ന് ഇരുന്നിട്ട് മാറിയിരുന്നാൽ മതി, അവള് പഠിക്കുന്നതും കേൾക്കുകയും ചെയ്യും. ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ വാപ്പായും ഉമ്മായും വന്നിരുന്നു. നിങ്ങൾക്കും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്രസയിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ചതൊക്കെ ഒന്നും കൂടെ ഓർമ്മ പുതുക്കാനുമുണ്ട്. എല്ലാം അറിയാമെന്ന് പറഞ്ഞ് പുറകെ പോയി പത്രം വായിച്ചിരിക്കണ്ട, ഇവിടെ വന്നിരുന്നു. മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലാസ്സുകളൊക്കെ മക്കൾ കട്ട് ചെയ്യുന്നുണ്ടോ, സ്കൂളിൽ തന്നെ കറക്റ്റാണോ പോകുന്നത്, ശ്രദ്ധിക്കണം നമ്മൾ. വീട് ഒരു അഭയകേന്ദ്രമാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പെൺകുട്ടികൾ പോകുമ്പോഴും ആൺകുട്ടികൾ പോകുമ്പോഴും മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. അവർ തിരിച്ചു വരുന്നത് വരെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നൽകിയിരുന്ന ഒരു കെയറിങ് അത് അവർക്ക് കൊടുത്തേ പറ്റൂ. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇന്നത്തെ മാതാപിതാക്കൾ അങ്ങ് കയറൂരി വിട്ടിരിക്കാൻ, എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. ഒരു മണിക്കൂർ വൈകിയാലും അവൾ വന്നിട്ട് പറയാം ഇന്ന കൂട്ടുകാരിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ.
ഇന്ന കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു, അത്രയേ ഉള്ളൂ. എല്ലാം പരിപൂർണമായ വിശ്വാസം മക്കളിൽ അർപ്പിക്കുകയാണ്. ഇവനെ ഉമ്മയുടെയും വാപ്പയുടെയും മുന്നിലൂടെ തന്നെ ഇവൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് വിനാബസിലൂടെയും കാർഗിലിന്റെ പരിസരത്തും കടപ്പുറം വഴിയും ഒക്കെ കറങ്ങി നടന്നിട്ട് വാപ്പയും ഉമ്മയും അറിയാതെ പോവാൻ. അവരറിയുന്നില്ല എന്റെ മകൾ എവിടെയോ ഏതോ ഒരു കലാലയത്തിൽ ഇരുന്ന് ഏതോ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് പഠിക്കുകയാണ് എന്നാണ് അവരുടെ ചിന്ത. വളരെ ശ്രദ്ധിക്കണം, ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നു. ഓഫ്ലൈൻ ആണെങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ ഓൺലൈനിന്റെ ഒരു മാധ്യമം ഒഴിവാക്കുകയില്ല ടീച്ചർമാർ, അധ്യാപകമാർ. കാരണം അവർക്ക് ഏറ്റവും വലിയ സൗകര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം. എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒറ്റ ക്ലാസ് അങ്ങ് എടുത്താൽ മതി. അവരുടെ അടുത്ത് പോയിരുന്ന് പഠിപ്പിക്കുകയും ഒച്ചയിടുകയും ചെയ്യണ്ട. പഠിച്ചാ പഠിച്ചു, പഠിച്ചില്ലേ പഠിച്ചില്ല. അവർക്ക് കിട്ടാനുള്ള ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഓഫ്ലൈൻ ആകുമ്പോൾ അങ്ങനെയല്ല. നല്ലതുപോലെ ശബ്ദമുയർത്തണം, നല്ലതുപോലെ കുട്ടികളെ ഗൗനിക്കണം, ഓരോരുത്തരെയും ശ്രദ്ധിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പാഠ്യപദ്ധതികൾ പരിപൂർണമായി തുടക്കം മുതൽ അവസാനം വരെ തീർക്കുകയും വേണം. എല്ലാ പോർഷനുകളും തീർക്കുകയും വേണം. അവർക്ക് ബാധ്യതകൾ കൂടുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ അടിവരയിട്ടുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പരിപൂർണമായി ആത്മീയത കടന്നു വരാൻ ഉപകരിക്കുന്ന കാര്യമാണ്. എല്ലാ നമസ്കാരങ്ങളും 5 വഖത്ത് ചിട്ടയായിരിക്കണം, നിർബന്ധമാണ്. അവ്വൽ വഖത്തിൽ ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കരിക്കുന്ന ശീലം അനിവാര്യമാണ്. ബാങ്ക് വിളിച്ചാൽ ഉടനെ നിസ്കരിക്കുന്ന ഒരു ശീലം ഉണ്ടാവണം, അത് അനിവാര്യമാണ്. ഞാനിപ്പോ ഈ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ എന്ന് പറയുന്ന ദേശത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വന്നു. റൂഹെ ബയാൻ മജ്ലിസ് രാവിലെ അന്നത്തെ ദിവസം അവിടെയാണ് നടന്നത്. മജ്ലിസ് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ പരിസരങ്ങളിൽ നിന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു. ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഞാൻ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി റൂമിൽ കയറി. കാരണം തലേന്ന് ആ വീട്ടിലേക്ക് വന്നത് ഏകദേശം 3 മണി സമയത്താണ്. അതുകൊണ്ട് തന്നെ സുബൈ കഴിഞ്ഞുള്ള മജ്ലിസ് കഴിഞ്ഞ് പിന്നീട് കടന്നത് 10 മണിക്കാണ്. 10 മണിക്ക് കടന്നു. ളുഹറിന് ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേക്കുന്നു. എഴുന്നേറ്റ് ഞാനപ്പോ എൻ്റെ കൂടെ ഉള്ളതാകുന്ന വ്യക്തിയെ വിളിക്കാൻ വേണ്ടി പുറത്തേക്കിറങ്ങി. മറ്റൊരു റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോയി ബാങ്ക് വിളിച്ചു എഴുന്നേക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നിസ്കാരമുറിയില് പുറത്തു തന്നെയാണ്, തൊട്ടുപുറത്തു തന്നെ ചേർന്നാണ്. ആ വീട്ടിലെ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നു കൊണ്ട് ബാങ്ക് കൊടുത്ത് കാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ. ബാങ്ക് വിളിച്ചിട്ടേ ഉള്ളൂ. ഭർത്താവ് ഇമാമുക്കാൻ, ഭാര്യ തൊട്ട് പറയുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി. ഞാൻ അവരോടത് പറഞ്ഞൊന്നുമില്ല, ഞാനിപ്പോ ഈ സദസ്സിൽ പറയുന്നത് മാത്രം. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അതൊക്കെ കിട്ടുന്ന ഒരു ആത്മീയത. അവരൊക്കെ റൂഹെ ബയാൻ കുടുംബാധികളാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. ബാങ്ക് വിളിച്ചിട്ടേ ഉള്ളൂ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ വദു എടുത്ത് റെഡിയായി നിൽക്കുന്നത് കൊണ്ടാണ്. വീട്ടിലാണെന്ന് ഓർത്തോണം, വേഗം തന്നെ നിസ്കരിക്കാൻ ഭാര്യയും ഭർത്താവും അവരുടെ കടമ നിർവഹിക്കുകയാണ്. എത്രത്തോളം സൂക്ഷ്മതയുണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മളാണെങ്കിലും ഉടനെ ഒന്നുമില്ല നിസ്കാരം. ഒരു ഉസ്താദും കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഉസ്താദിന് ഭക്ഷണവും കൊണ്ടൊക്കെ റെഡിയാക്കണമെങ്കിൽ പിന്നെ തീർന്ന് മഗ്‌രിബിന് മുമ്പേ കയറുള്ളൂ. വലിയ ജോലിമാരാണ്. പിന്നെ മൊത്തം ജോലി അടുക്കളയിൽ തന്നെ. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ സഹോദരിമാർ നല്ലതുപോലെ മനസ്സിലാക്കണം. അവർക്ക് 5 മക്കളുണ്ട്. മുല കുടിക്കുന്നതാകുന്ന കുട്ടി ഉൾപ്പെടെ 5 കുട്ടികളുണ്ട്. ഓർക്കണം. അല്ലാതെ ജോലിയൊന്നും കുറവുള്ളവരല്ല, സാധാരണ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് കമന്റ് ഇടാൻ നിൽക്കണ്ട. അതിനാണ് ഈ പറഞ്ഞത്. 5 കുട്ടികൾ അവർക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ്? സമയം കണ്ടെത്തുകയാണ്. ചെലവഴിക്കാൻ വേണ്ടി, റബ്ബിന് വേണ്ടി ദിക്ർ ചെല്ലാൻ സമയം കണ്ടെത്തുന്നു. അവ്വൽ വഖത്തിൽ നമസ്കാരം നിർവഹിക്കുന്നു. ഇവിടെ കൊറോണ വന്നതിൽ പിന്നെ ജുമഅക്ക് പോലും കാണാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. അതിനുശേഷം ഇപ്പൊ പള്ളികൾ തുറന്നു, നിസ്കാരം തുറന്നു, എല്ലാവർക്കും വരാം, സൗകര്യപ്പെട്ടു. എന്നിട്ട് പോലും ജുമഅക്ക് വരാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഅൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. ആരെങ്കിലും 3 ജുമഅകൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ, കാരണമില്ലാതെ ഉപേക്ഷിച്ചാൽ, അവന്റെ ഹൃദയത്തിൽ ഈമാനില്ല, അവന് കുഫ്രിയത്ത് അല്ലാഹു സീൽ വെക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങളെ നീ
കാക്കണേ അല്ലാ, നീ പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വീടിന്റെ അകത്തളങ്ങളിൽ ആത്മീയതയുണ്ടാകാൻ നമസ്കാരം നിർബന്ധമാണ്. ഫർളായ നമസ്കാരങ്ങൾ മാത്രം പോരാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ ബൈനൽ അദാനീനി ബാങ്കും ഇഖാമത്തിനും ഇടയിൽ നമസ്കാരമുണ്ട് സഹാബ. റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സുന്നത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധിക്കണം. ഫർള് നമസ്കാരങ്ങൾ മാത്രം പോരാ, അതിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ശ്രദ്ധിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖത്തുൻ വഫീ കുല്ലി തസ്ബീഹത്തിൻ സദഖ വഫീ കുല്ലി തഹ്മീദത്തിൻ സദഖ വഫീ കുല്ലി തക്ബീറത്തിൻ സദഖ യുജ്സി വൻ കുല്ലി ദാലിക റകഅതാനി മിനൽ ളുഹാ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മനുഷ്യന്റെ ശരീരത്തിൽ 360ഓളം സന്ധികളുണ്ട് സഹാബ. ആ സന്ധികൾക്കെല്ലാം തന്നെ നന്ദി പ്രകാശിപ്പിക്കൽ അനിവാര്യമാണ്. അതിനോരോന്നിനും റബ്ബിനോട് തസ്ബീഹ് ചൊല്ലൽ അനിവാര്യമാ. അല്ലാഹുവേ, എന്റെ കൈകളെ അനക്കാൻ സാധിച്ചല്ലോ അല്ലാ, എന്റെ കാലുകളെ ചലിപ്പിക്കാൻ സാധിച്ചല്ലോ അല്ലാ. എത്രയെത്ര ആളുകൾ നമുക്കിടയിലുണ്ട്, ഒരുപാട് സൗഭാഗ്യങ്ങൾ അല്ലാഹു നൽകിയിട്ട് പോലും ഷുഗർ ഉള്ളതിന്റെ പേരിലോ കൊളസ്ട്രോൾ ഉള്ളതിന്റെ പേരിലോ മുന്നിലിരിക്കുന്ന ഭക്ഷണങ്ങൾ എടുത്തൊന്ന് കഴിക്കാൻ സാധിക്കാത്തതാകുന്ന ആളുകൾ ഈ കാഞ്ഞങ്ങാട് ദേശത്ത് ധാരാളമില്ലേ? പഠിച്ചു വെക്കണേ മുസ്ലിമേ, നമുക്കുള്ള പാഠമാണ്. ഒരുപാട് വർഷം കുവൈത്തിൽ ജോലി ചെയ്ത മനുഷ്യനാണ്, ഒരുപാട് കൊല്ലം ഖത്തറിൽ ജോലി ചെയ്ത മനുഷ്യനാണ്, ഒരുപാട് കൊല്ലം ദുബൈയിൽ വലിയതാകുന്ന നേതൃത്വം വഹിച്ച മനുഷ്യനാണ്. ഒരുപാട് സമ്പന്നതയുടെ പണക്കാരുടെ പട്ടികയിലേക്ക് അദ്ദേഹത്തെ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിത്വമാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് നടുവിലാണെങ്കിൽ പോലും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ദേശത്തുള്ളതാകുന്ന ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം കാണാൻ പോയി. സുബ്ഹാനല്ലാഹ്, വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിന്റെ മക്കളെല്ലാം തന്നെ ഗൾഫിലാണ്, സമുന്നതമായ പോസ്റ്റിൽ നിലകൊള്ളുകയാണ്. നാട്ടിൽ വലിയ കൊട്ടാരം പോലൊരു വീണ് പണിതിട്ട് അതിനുള്ളിൽ വാപ്പ വസിക്കുകയാണ്. വലിയതാകുന്ന ധനാഢ്യനാണ്, ജോലിക്കാൻ ആള് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതാകുന്ന കേവലം ഒരു അണ്ടിപ്പരിപ്പെടുത്ത് കഴിക്കാൻ കൊടുത്തപ്പോ അദ്ദേഹം പറയുകയാണ്, കഴിക്കാൻ പാടില്ല ഉസ്താദേ, കഴിക്കാൻ എനിക്ക് പറ്റൂല. വെള്ളം കൊടുത്തപ്പോൾ പറയുകയാണ്, പറ്റൂല. മധുരമുള്ള ഒരു സാധനം തൊടാൻ പറ്റൂല എന്ന് മാത്രമല്ല, ഒരു ദിവസം എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ചോറിന്റെ കറിയുടെ വെള്ളം ഉൾപ്പെടെ ഒരു ദിവസം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് കേവലം ഒരു ഗ്ലാസ് മാത്രമാണ്. വലിയ ധനാഢ്യനാണ്, വലിയ പണക്കാരനാണ്, എത്ര വേണമെങ്കിലും കഴിക്കാനുള്ള സൗഭാഗ്യത്തിന്റെ ഉടമയാണ്. പക്ഷെ നാവിലൂടെ ഇറക്കാനുള്ള അവസരം അല്ലാഹു നൽകുന്നില്ല. തന്റെ കൺമുന്നിലിരുന്നു കൊണ്ട് മറ്റുള്ളവർ കുടിച്ചിട്ട് പോകുന്നത് കാണുകയാണ്. മനസ്സിലാക്കണം. കൊണ്ടുവന്ന് വെച്ച വെള്ളവും ഭക്ഷണ സാധനങ്ങളും ഒരൽപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു, വീട്ടുകാരൻ പറയുന്നു, കഴിക്കാൻ പറ്റൂല. എന്റെ കിഡ്നിക്ക് ഇത് അരിച്ചെടുക്കാനുള്ളതാകുന്ന ശേഷിയില്ലാതെ പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഷുഗർ ബാധിച്ച് ഞാൻ തകർന്നിരിക്കുകയാണ്. ഒന്നരാടം ഡയാലിസിന് വിധേയനാകുകയാണ്. മനസ്സിലാക്കണം, നമ്മൾ ഒരുപാട് പണമുണ്ട്, പവറുണ്ട്, പക്ഷെ റബ്ബിന്റെ മുന്നിൽ ഒന്നുമില്ലാതായി.
അങ്ങനത്തെ ആളുകളിലെ നമുക്കിടയിൽ. അതുകൊണ്ട് റബ്ബിനോട് നന്ദി പ്രകാശനം നടത്തണേ. യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖത്തുൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകിയിരിക്കുന്ന അവയവങ്ങളുടെ എല്ലാ അവയവങ്ങൾക്കുമുള്ള ഗ്രന്ഥികൾക്ക് അല്ലാഹു ആരോഗ്യം നൽകിയില്ലോ. അതിന് റബ്ബിന് ശുക്ർ ചെയ്യൽ അനിവാര്യമാണ്. ഈ കൈ ഇങ്ങനെ അടയ്ക്കാൻ സാധിക്കുന്നില്ലേ? ഇങ്ങനെ അടയ്ക്കുന്നു, ഇങ്ങനെ അടയ്ക്കുന്നു, ഇങ്ങനെ അടയ്ക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ തിരിക്കുന്നു, എങ്ങനെ വേണം ചെയ്യാം. ഇതിനൊക്കെ സാധിക്കുന്നത് റബ്ബ് നമുക്ക് നൽകിയ ആരോഗ്യം കൊണ്ട്. ചിലർക്ക് ഈ വിരല് മടക്കാൻ പറ്റൂല, അസുഖം മൂലം. ചിലർക്ക് ഇരിക്കാൻ പറ്റൂല, കിടക്കാനേ പറ്റുള്ളൂ, നിവർന്നിരിക്കാൻ പറ്റൂല. പല ജാതി അസുഖങ്ങളാണ്, പല പ്രശ്നങ്ങളാണ്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന 360 ഗ്രന്ഥികളെ, സന്ധികൾക്ക് പരിപൂർണമായി ആരോഗ്യം നൽകിയിട്ട് അതിനെ നീ നന്ദി പ്രകാശനം നടത്താത്തത് എന്തുകൊണ്ടാണ്? അല്ലാഹു ചോദിക്കാൻ പരിശുദ്ധ പ്രവാചക മുഖേന നിനക്ക് എന്ത് ചെയ്യാൻ കഴിയണം? അല്ലാഹുവിനെ അൽഹംദുലില്ലാ പറയാൻ സാധിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേ ഒന്ന് അവരൊക്കെ പറയും അൽഹംദുലില്ലാ. പറഞ്ഞില്ലേ? ഈ അൽഹംദുലില്ലാ എന്ന് പറയാൻ നിനക്ക് അവസരം ആര് തന്നു? അല്ലാഹു തന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത അൽഹംദുലില്ലാ പറയൽ നിന്റെ മേൽ നിർബന്ധമായി. വളരെ ശ്രദ്ധിക്കണം. ഞാൻ നിർത്താൻ. അടുത്ത അൽഹംദുലില്ലാ പറയാൻ നിനക്ക് എന്തായി? നിർബന്ധിതനായി. കാരണം എന്തുകൊണ്ട്? നിനക്ക് ഒരു അൽഹംദുലില്ലാ പറയാൻ നിനക്ക് സാധിച്ചു. ആ അൽഹംദുലില്ലാ പറയാൻ നിനക്ക് അവസരം നൽകിയത് ആരാണ്? അല്ലാഹുവാണ്. അതിന്റെ മേൽ നീ അടുത്ത അൽഹംദുലില്ലാ പറയൽ നിനക്ക് നിർബന്ധമായി. മനസ്സിലാകുന്നില്ല? നിനക്ക് അൽഹംദുലില്ലാ നീ പറയുന്നു എന്തിന്റെ മേൽ? കോടാനുകോടി അല്ലാഹു നന്ദി നൽകി, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയതിന്റെ മേൽ നന്ദി പ്രകാശിപ്പിച്ചിട്ട് നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞു, അങ്ങനെ നിർത്താൻ. എന്നാൽ ആ അൽഹംദുലില്ലാ പറയാൻ വേണ്ടി നിന്റെ നാവ് ചലിപ്പിച്ചില്ലേ? അതാരാണ്? അല്ലാഹു അല്ലേ? അതിനുള്ള സൗകര്യം നൽകിയില്ലേ? അതിന്റെ മേൽ അടുത്ത അൽഹംദുലില്ലാ പറയൽ നിന്റെ മേൽ നിർബന്ധമായില്ലേ? അപ്പോൾ നീ വീണ്ടും അടുത്ത അൽഹംദുലില്ലാ പറയുന്നു. രണ്ടാമത്തെ അൽഹംദുലില്ലാ പറയാൻ നിനക്ക് സൗകര്യം നൽകിയത് അല്ലാഹുവാണ്. മൂന്നാമത്തെ അൽഹംദുലില്ലാ പറയൽ നിർബന്ധമാണ്. ഇങ്ങനെ നിന്റെ ജീവിതം മുഴുവനും മരണം വരെയും നീ റബ്ബിനെ ശുക്ർ ചെയ്ത് ജീവിക്കാൻ നിനക്ക് നിർബന്ധമാണ്. എന്നാൽ അതിനെ തൊട്ടെല്ലാം മതിയാകും. രണ്ട് റക്അത്ത് ളുഹാ നമസ്കാരം, ളുഹറിന് മുമ്പായി പ്രഭാതത്തിന്റെ ഏറ്റവും നല്ല ശോഭനമാകുന്ന മുഹൂർത്തത്തിൽ രാവിലെ ഒരു 10 മണിക്ക് 2 റക്അത്ത് ളുഹാ നമസ്കരിച്ചാൽ ഈ പറഞ്ഞതാകുന്ന നന്ദി പ്രകാശനത്തിന് ഗുണം ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി